അപ്പൊ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് ഒരു 10 വീഡിയോ നമ്മളിങ്ങനെ നീക്കുന്ന കൂട്ടത്തില് ഉമ്മാന്റെ ഒരു വീഡിയോ കാണും. അറിയുന്നുണ്ടോ അത്ര വൈറലാണെന്ന്? പേരക്കുട്ടികളൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ പിള്ളേര് മാത്രമാണോ ഇതൊക്കെ നോക്കുന്നതൊക്കെ? അവരാണ് എല്ലാം ചെയ്തൊക്കെ തരുന്നത്. അവരായിരുന്നു. ഇപ്പൊ ഞാൻ എന്നെയും പഠിപ്പിച്ചുണ്ട് തിരിച്ചെത്തി. അതെ, ഞങ്ങള് കണ്ടായിരുന്നു ഇത് ടച്ച് ഫോണൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ. അതെ, ഇതൊക്കെ പിള്ളേരെ എപ്പോഴാ പഠിപ്പിച്ചത് ഇതൊക്കെ? ഇപ്പൊ ഇത് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 2 മാസം ആയിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. ജൂലൈ ലാസ്റ്റോടുകൂടിയാണ് തുടങ്ങിയത്. ഞാനിങ്ങനെ പാട്ട് പാടി ഫോണിലിട്ടിരുന്നു. എനിക്കറിയില്ലായിരുന്നു ആരെയൊക്കെ പാട്ടാണെന്നൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഫോണിൽ വെറുതെ ഇരുന്നപ്പോ ഇങ്ങനെ ഫോണിൽ പാട്ടൊക്കെ കണ്ട് അത് ഞാൻ എഴുതി വെച്ച് ബുക്കിൽ എഴുതി വെക്കും. എന്നിട്ട് ഇങ്ങനെ പാടി ഇട്ടായിരുന്നു. അപ്പൊ 5-6 പാട്ടൊക്കെ ഇങ്ങനെ പാടിയിട്ടായിരുന്നു. ഒരു ദിവസം പിള്ളേരുടെ കുട്ടി ആൺകുട്ടി അതെടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലോട്ടിട്ട് 10 ദിവസത്തിന്റെ ഉള്ളിലാണ് വൈറലായെന്ന് പറഞ്ഞ് 2 ചാനലുകാരും വന്നു ഒരു ദിവസം. ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. 10 ദിവസത്തിന്റെ ഉള്ളിൽ കമന്റുകളൊക്കെ വായിക്കാറുണ്ട് ആളുകൾ എഴുതിയിടുന്ന വീഡിയോയുടെ കമന്റുകളൊക്കെ നോക്കും. ഇപ്പൊ അതൊക്കെ അവര് കാണിച്ചു തന്നിട്ട് അതൊക്കെ നോക്കാറുണ്ട്. സ്വന്തമായിട്ട് നോക്കാറൊക്കെ ഉണ്ട്. ഈ വീഡിയോ ഒക്കെ സ്വന്തമായിട്ടാണോ എടുക്കുന്നത് അതോ പിള്ളേര്? വീഡിയോ ഒക്കെ ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ ഇരുന്ന് എവിടെയെങ്കിലും ഒക്കെ ഇരുന്ന് ഇങ്ങനെ ഏതെങ്കിലും ഒക്കെ പാട്ട് കാണുമ്പോ എഴുതിയെടുക്കും പാടും. അതൊക്കെ ഞാൻ സ്വന്തം തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ കൊറേ പാട്ട് കണ്ടു. ആ കൂട്ടത്തില് എന്റെ പേര് വെച്ചിട്ടുള്ള ഒരു പാട്ട് പാടിയായിരുന്നു. നൂറല്ലേ അതൊന്ന് പാടാവോ എനിക്ക് വേണ്ടിയിട്ട്? നൂറല്ലേ കണ്ടിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. വലിയ ഡയറി ഉണ്ട്. ഡയറി കാണിച്ചേ. ഇത്ര വലിയ ഡയറിയിലെല്ലാം വെച്ചേക്കുന്നത്. ഇതില് കൊറേ പാട്ടുണ്ടോ? കൊറേ പാട്ടുകളുണ്ട് ഇതില്. ഇതൊക്കെയാണ് ആദ്യം എഴുതിയിരുന്നത്. ഇതിലൊക്കെ നോക്കിയാണ് അങ്ങനെ പാടിയിരുന്നത്. അപ്പൊ പിള്ളേര് ഇപ്പൊ ഇത് എഴുതണൊക്കെ ഞാൻ തന്നെയാണ്. എന്താന്നാ ഇതില് കൊറേ പാട്ടുണ്ട്. കൊറേ പാട്ടുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പാടിയതുണ്ട് പാടാത്തതും ഉണ്ട്. ഈ വരിയൊക്കെ എങ്ങനെ എഴുതുന്നത്? കേട്ട് അതില് ഫോണില് വരുമല്ല, നോക്കി എഴുതും. ഫോണില് വരുമ്പോള് ചിലത് കേട്ടിട്ട് എഴുതും, ചിലത് വരികൾ വന്നത് എഴുതും, ചിലത് ഇങ്ങനെ ശ്രദ്ധിച്ച് അവരെ വായിന്ന് വീണത് എന്താന്ന് കേൾക്കണമല്ല, എന്നിട്ട് എഴുതും. കാണാതെ ഏതെങ്കിലും പാട്ട് പഠിച്ചിട്ടുണ്ടോ? കാണാതെയൊക്കെ പഴയ പാട്ടൊക്കെ. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, ഇത് വലിയൊരു എഫേർട്ട് ഉണ്ട് ഇതിന്റെ പിന്നില്. നൂറല്ലേ നൂറല്ലേ ചാരല്ലേ ചാരല്ലേ തേനല്ലേ തേനല്ലേ അത്തറ് പൂശിനി ചാരല്ലേ അത്തറ് പൂശിനി ചാരല്ലേ ഇന്ത ഹബീബി വൈ 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 വാ ഇന്ത ഹബീബി വൈ 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 വാ ഇന്ത ഹബീബി വൈ 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 വാ ഇന്ത ഹബീബി വല്ല ഹബീബി ഇന്ത വടുക്കൂസേ സ്വർഗത്തിൽ പാറി പാറി നടന്നോ കനവില് പറുദീസ പണിതോ കൽബില് തട്ടിയ ഹൈറാണേ തഫില് മുട്ടിയ മൊഞ്ചാണേ ഇല്ലാത്ത കഥ പറഞ്ഞിട്ട് നിൽപ്പാണേ. അടിപൊളി. എല്ലാ പാട്ടും നമ്മുടേതായിട്ടുള്ള ഒരു ട്യൂണൊക്കെ ഉണ്ട്. അതെ. ഈ എന്താ പറയാ, ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ വീഡിയോസും ഒക്കെ കാണുമല്ലോ. ആ കൂട്ടത്തില് ഇഷ്ടമുള്ള ആളുകൾ ആരൊക്കെയാ? ഇങ്ങനെ കഴിഞ്ഞ ദിവസം വീഡിയോ ഉണ്ട്, തൊപ്പീനെ ഇഷ്ടമാ ഭയങ്കര, ഹനാൻ ഷായുടെ പാട്ടുകൾ ഇഷ്ടമാ. ഹനാൻ ഷാന്റെ പാട്ടൊക്കെ കിട്ടിയാ ഞാന് എങ്ങനെയെങ്കിലും ഒക്കെ അത് പാടിയിടും. ഹനാൻ ഷാന്റെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? ചിറ പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത് ചിറ പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത് ചിറ പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത് ചിറ പുഞ്ചി മഴയത്ത്. എന്ത് രസമാ കേട്ടോണ്ടിരിക്കാനായിട്ട്. നമ്മള് ഫോണിൽ കാണുന്ന പോലല്ല, നേരിട്ട് കാണുമ്പോഴത്തേക്ക് കുഞ്ഞു പിള്ളേരുടെ കൂട്ട് നമുക്ക് തോന്നുന്നു. കുഞ്ഞു മക്കളൊക്കെ ഇരുന്ന് പാടത്തില്ലേ, അതേപോലെ. കൊച്ചിലെ മുതലേ ഇങ്ങനെ പാട്ടൊക്കെ പാടാനും ഒക്കെ ഇഷ്ടമാണ്. ചെറുതിലോടെ എനിക്ക് പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പഠിക്കണ സമയത്തും ഇവിടെ അടുത്ത് തന്നെ അപ്പുറത്തെ റോഡിലൊരു മദ്രസ ഉണ്ട്, അവിടെ ആയിരുന്നു പഠിച്ചത്. ആസിഫായി മദ്രസ എന്ന് പറഞ്ഞത്. അവിടെ ഉറുദു ഒക്കെ പാട്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ പാടിയൊക്കെ ശീലമുണ്ട്. ഈ ഉറുദു പാട്ടുകൾ ഉള്ളതുകൊണ്ടാണോ ഇച്ചിരി ഒരു അങ്ങനത്തെ ഒരു ടച്ച് വരുന്നത്? എല്ലാ പാട്ടിനും എല്ലാരും പറയുന്നുണ്ട്. എന്താണ് ലാസ്റ്റ് വരുമ്പോ ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് അത് ആ ഒരു ഇതുള്ളത് കൊണ്ടായിരിക്കും. പണ്ട് ഒരുപാട് അങ്ങനെ
പാടിയിട്ടുണ്ടല്ലോ. ഈ ഇപ്പൊ നമ്മള് വന്നേക്കുന്ന ഇപ്പൊ ഉമ്മയുടെ മട്ടാഞ്ചേരിയിലെ വീട്ടിലല്ലേ? അപ്പൊ ഇവിടെ അടുത്ത് തന്നെ അല്ലേ കൊച്ചിലെ മുതലേ ജനിച്ചതും വളർന്നതും അല്ലേ? അപ്പൊ ഈ ആളുകളൊക്കെ വീഡിയോ ഇവരൊക്കെ വന്ന് പറയാറൊക്കെ ഉണ്ടോ? ഇങ്ങനെ കാണാറുണ്ട്? കാണാറുണ്ട്. എന്താ പറയാറ് കൂട്ടുകാരൊക്കെ? കൂട്ടുകാരൊക്കെ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, ഇതിലോ വിവരങ്ങളിലൊക്കെ എത്തും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ എല്ലാരും പറഞ്ഞു. പിന്നെ അപ്പുറത്തെ വയൽ ഒരുത്തുണ്ട്, രാത്രിയിൽ പോയിരുന്നിട്ട് അവിടെ എല്ലാരും പിള്ളേരെല്ലാരും കാണും, ലൈക്കും കമന്റൊക്കെ ഇടുകയൊക്കെ ചെയ്യും പിള്ളേരെല്ലാരും. നിങ്ങൾ ഉമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ ഓരോ ടേംസ് ശ്രദ്ധിച്ചോ? വൈഫൈ, ലൈക്ക്, കമന്റ്, ഹൈടെക് ഒക്കെ ഇപ്പൊ പഠിച്ചതാണ്. വൈഫൈ ഒക്കെ കണക്ട് ചെയ്യാനും എല്ലാം പഠിച്ച് ഫോണിലെല്ലാം ഓരോന്നൊക്കെ സെർച്ച് ചെയ്തൊക്കെ എടുക്കുവോ? ഏതാ നോക്കിയൊക്കെ എടുക്കുവോ? പാട്ടൊക്കെ അങ്ങനെ എടുക്കും, പിന്നെ എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് കാണുകയൊക്കെ ചെയ്യും. ഉമ്മ എന്തുവരെ പഠിച്ചതാ? അപ്പൊ ഞാന് ഖുർആൻ ക്ലാസ്സിലാണ് 5 വരെയും പഠിച്ചിട്ടുണ്ട്. 5 വരെ പഠിച്ചു. ABCD ഒക്കെ അറിയാം. ഇപ്പൊ എല്ലാം കണ്ടാലൊക്കെ കൂട്ടിയൊക്കെ വായിക്കാൻ പറയൊക്കെ ചെയ്യും. അല്ലാതെ പഠിക്കാൻ ABCD മാത്രം പഠിച്ചിട്ടുള്ളൂ. ഉമ്മയ്ക്ക് ഇതേപോലെ ഈ കമന്റുകളൊക്കെ വരും പറഞ്ഞല്ലോ, എപ്പോഴെങ്കിലും ഏതെങ്കിലും കമന്റ് വന്നിട്ട് വിഷമം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചിലര് എന്താണ് ഇബിലീസ് ഒരാളെ എഴുതിട്ടേക്കും. അയ്യോ. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ നരകത്തിലെ വെറും കൊള്ളി എന്നൊക്കെ പറഞ്ഞു. പറയുന്നവര് പറയട്ടെ, ആരെ മരിക്കും. ഇപ്പൊ എല്ലാരും പോയിട്ട് ആരും തിരിച്ചു വന്നിട്ടില്ല അല്ലേ? പോയവരാരും ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ലല്ലോ. നമ്മ നരകത്തിലാണ് സ്വർഗത്തിലാണ് എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇനിയിപ്പോ ആദ്യം ആരും പോവും. ഇത്രയും പ്രായം വരെ ഞാന് ജീവിച്ചിരുന്നു. ഉമ്മ ഇപ്പം ചെറുപ്പത്തിലെ ഖുറാനൊക്കെ പഠിച്ചതായിരുന്നല്ലോ ഉമ്മ. അപ്പം ഉമ്മയ്ക്ക് അറിയാലോ, ഉമ്മ എന്നെങ്കിൽ വന്ന് ഒരു വീഡിയോ എടുത്തെന്ന് വെച്ചിട്ട് ഉമ്മ നരകത്തിലെ വിറകൊള്ളി ആവും. അതപ്പോ എന്താ അവരോട് പറയാനുള്ളത്? പിന്നെ അങ്ങനെ വീഡിയോ എടുത്തെന്ന് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആരും ഇതൊക്കെ ഓരോരുത്തരുടെ ജോലിയായിട്ടാണ് കരുതണത് അല്ലേ? എല്ലാരും എന്ത് ചെയ്യുന്നുണ്ട്, അത് അവരുടെ ജോലിയാണ്. ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, അവര് ഇപ്പൊ ഒന്ന് തൊട്ട് പിടിച്ചെന്നും പറഞ്ഞിട്ട് അവര് അതിനാടിയൊന്നും പോണല്ലോ. അവര് ആ തൽക്കാലത്തേക്ക് അവരുടേതായ ജീവിതം ജീവിച്ചു പോകാനായിട്ട് അവര് പലതും അങ്ങനെ അഭിനയിച്ചു പോണത്. എന്നാലും അവരെ വീടും കുടുംബമൊക്കെ അവര് നോക്കാതിരിക്കണ്ട. അവർക്ക് വീട്ടിലുള്ളവരടുത്താണ് കൂടുതൽ സ്നേഹം. പിന്നെ ജീവിക്കണ്ടേ, അതിനു വേണ്ടിയിട്ട് അവര് പല അഭിനയവും കാണിക്കും, അത്രേ ഉള്ളൂ. ഉമ്മയ്ക്ക് അഭിനയിക്കാൻ ഇഷ്ടമുണ്ടോ? എനിക്ക് ഇപ്പൊ ഇത്രയും പ്രായമില്ല അഭിനയിക്കാൻ. ഒരു പ്രായത്തിൽ ഒരു വേഷം തന്നു കഴിഞ്ഞാല് ഈ ഒരു ഉമ്മയുടെ വേഷം തരുവാന്ന് വെച്ചോ, അപ്പൊ അഭിനയിക്കാൻ അഭിനയിക്കും. ഇഷ്ടമാണ്. അപ്പൊ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉമ്മാനെ വിളിച്ചോ, ഉമ്മ അഭിനയിക്കാൻ റെഡി അല്ലയോ? അമ്മായിയമ്മ, ഉമ്മ. ഇപ്പൊ എനിക്കുണ്ടല്ലോ ഇപ്പൊ 3 മരുമക്കൾ. ഒരു മരുമ മോനും ഉണ്ട്, 2 മരുമക്കള് പെൺപിള്ളേരും ഉണ്ട്. അപ്പൊ അവരടുത്തൊക്കെ പറഞ്ഞ ഡയലോഗൊക്കെ നമുക്ക് പറഞ്ഞാ പോലെ. നമുക്ക് ഇത് നിർത്തുന്നതിന് മുമ്പ് ഇതേപോലെ ഉമ്മയുടെ ഒരു വീഡിയോ ഇങ്ങനെ ഞാൻ കണ്ടായിരുന്നു, ഒരു ഡാമിയോ ഗിർ. അതെങ്ങനെ, അതാരാ പഠിപ്പിച്ചത്? ഡാമിയോ ഗിർ ആരോ കമന്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചെയ്യാവോ? ഡാമിയോ ഗിർ ഉൻകെ ഉൻകൂർ ഉൻകെ ഡാമിയോ ദും തക് തക് തും ഉൻകെ ഡാമിയോ ഗിർ ഉൻകെ ഉൻകൂർ ഉൻകെ ഉൻകെ ഉൻകൂർ ഉൻകെ ഉൻകൂർ ഗിർ ഡാമിയോ ഗിർ. അത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെ അല്ലാത്ത സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു കമന്റ് നോക്കിയപ്പോ ആരോ ഇട്ടിരിക്കണാണ് ഡാമിയോ ഗിർ ഇങ്ങനെ കാണിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞേ, മോളെ ഇതിന്റെ അനിയത്തിന്റെ കുട്ടി ഉണ്ടായിരുന്നു ഇവിടെ, പെൺകുട്ടി, ഇതിന്റെ ഇവളെക്കാട്ടി അത്രയും ചെറുതാണ്. ഞാൻ പറഞ്ഞു, മോളെ ആ ഡാമിയോ ഗിർ ഒന്ന് എടുത്ത മോളെ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ കാണിച്ചിട്ട് ആള് പെൻസിൽ കൊണ്ട് ഇങ്ങനെ ഡാമിയോ ഗിർ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് ഓരോ പെൺപിള്ളേര് വന്നിട്ട് ഇങ്ങനെ 2 കൈ കൊണ്ട് അപ്പൊ ഉമ്മ മറ്റേ ശരിയാന്നുള്ള പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് നിർത്താം അല്ലേ? ശരിയാ നീ കേട്ടത് ശരിയാ, കാടിളകി വരണ കൊമ്പനെ തളച്ചത് ശരിയാ, നീ കേട്ടത് ശരിയാ, വിത്തുകൾ വിതച്ചത് നാളെ നാട്ടിൽ പെരിയാട്, നീ കേട്ടത് ശരിയാ, കാലം മാറിടു നേരിൽ പാതകൾ ശരിയാ ശരിയാ ശരിയാ. അപ്പൊ എന്തായാലും ഉമ്മ ഒരുപാട് സന്തോഷം. എന്തായാലും അടിപൊളിയായിട്ടിരിക്കും. സന്തോഷം.